ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. അതിനോടൊപ്പം ആണെങ്കിൽ ശ്രുതിയോ ഭയങ്കര കരച്ചില്. നമ്മുടെ സച്ചി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും രേവതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ആദ്യമായിട്ടാണ് ഉത്തരമില്ലാതെ എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് ശ്രുതിക്ക് നിൽക്കേണ്ടി വരുന്നത്. ആ ഒരു അപമാനം ഏറ്റുവാങ്ങാനോ അത് സഹിക്കുവാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ശ്രുതി ഉള്ളത്. ഏതായാലും ശ്രുതി ചോദിക്കുന്നതിനെല്ലാം ഒന്നും മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രേവതി ആ ഒരു ചോദ്യം ചോദിച്ചത്. രേവതിയും കിട്ടിയ അവസരം നമ്മുടെ രേവതി വിനിയോഗിച്ചു നല്ല രീതിയിൽ തന്നെ. ഏതായാലും രേവതി തുറന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ ഭർത്താവ് ഇവിടെ ജോലിക്ക് പോകാതിരുന്നപ്പോഴേ എന്തായിരുന്നു, അപ്പം നിങ്ങളൊക്കെ എന്തായിരുന്നു പറഞ്ഞത്? എന്റെ ഭർത്താവ് ഒരു ദിവസം എന്റെ ഭർത്താവ് ജോലിക്ക് പോകാതിരുന്നത്, എന്നിട്ട് എന്റെ ഭർത്താവ് ഒരു കാറ് കഴുകാൻ വേണ്ടി പോവുകയും ചെയ്തു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, എന്താ സംസാരിച്ചത്? ആ ജോലി കുറച്ചിലാണെന്ന് പോലും. എന്നിട്ട് എന്റെ ഭർത്താവ് ജോലിയില്ലെന്നും പറഞ്ഞു നുണ പറഞ്ഞൊന്നും നടന്നില്ലല്ലോ ഇതുപോലെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, എന്താടി രേവതി, നീ എന്താ നിന്ന് പ്രസംഗിക്കുന്നത്? കിട്ടിയ അവസരം നീ അങ്ങോട്ട് മുതലാക്കുകയാണോ? നീ എന്താ ശ്രുതിയുടെ തലയുടെ മണ്ടേ കയറി സംസാരിക്കാറായോ? നീ ഒച്ച ഉയർത്ത സംസാരിക്കാറായോ നിനക്ക്? ഓ, ഒരു പൂക്കട ഇട്ടേന്റെ ഓണാതിവാരം ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ചി, നിർത്തുന്നുണ്ടോ? ദേ, സംസാരിച്ചു പോകരുത്. ഇനി ഇവിടെ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. നിങ്ങൾക്ക് അതിനുള്ള വോയിസ് ഇല്ല, നിങ്ങളുടെ മകനും അതിനുള്ള വോയിസ് ഇല്ല. നിങ്ങളുടെ മകന് വളം വെച്ചു കൊടുത്ത് ഈ രീതിയിലാക്കി വഷളാക്കി മാറ്റിയത്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛനൊന്നും പറയാനില്ലേ? പൊന്നാര മകൻ കണ്ടില്ലേ ചെയ്തു വെച്ചിരിക്കുന്നത്? രാവിലെ മുതൽ പാർക്കിൽ പോയി കുട്ടി മറിയുന്നു. നാണം ഉണ്ടോടാ സുധി നിനക്ക്? എനിക്ക് തന്നെ കണ്ടിട്ടുണ്ടല്ലോ, തൊലി ഉരിഞ്ഞു പോയി. ഏതായാലും കൊള്ളാം. നിന്റെ ഈ കള്ള നാടകം ഇവിടം കൊണ്ട് അവസാനിച്ചു. ഇനിയേ പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഭാര്യയുടെ കീഴിൽ ജീവിക്കാൻ നോക്ക്. അല്ലാതെ കള്ളം പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാലേ അത് നട്ടലുള്ളവർക്ക് ചേരുന്ന പരിപാടിയല്ല. ഭർത്താവിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്ക എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയുന്നു. ശ്രുതി അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ശ്രുതി അപ്പോഴത്തേക്കും പൊട്ടിക്കരയാണ് കേട്ടോ. അതിനിടയിലാണ് നമ്മുടെ വർഷയുടെ കുറച്ച് എന്താ പറയാ, വർഷ കുറച്ച് അഭിപ്രായം പറയുന്നത്. വർഷ വേറെ ഒന്നുമല്ല അഭിപ്രായം പറയുന്നത്, എങ്കിലും ഇത് മോശമായി പോയി. എങ്കിലും എനിക്ക് തന്നെ ഓർത്തിട്ട് എന്തോ പോലെ തോന്നുക. എനിക്ക് ശ്രുതി ചേച്ചിയുടെ കാര്യം ഓർത്തിട്ട് വിഷമമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ശ്രുതി ചേച്ചിക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നെങ്കിലേ ഇത്രയ്ക്ക് വഷൾ ആകത്തില്ലായിരുന്നു. ഈ സുധിയേട്ടനെന്നും കൂടെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അങ്ങോട്ട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാണ് റൂമിലേക്ക്. എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ സുധി ഇങ്ങനെ നിൽക്കുന്നു. അതിനിടയിൽ ചന്ദ്രനെ കുറെ അങ്ങോട്ട് വാർത്ത് കോരി ഇട്ട് കേട്ടോ സച്ചി. കിട്ടിയ അവസരം സച്ചിയും പാഴാക്കിയില്ല. നമ്മുടെ സച്ചി പറഞ്ഞു, ഇതെല്ലാം അമ്മ കാരണം തന്നെയാണ്. അമ്മയ്ക്ക് ഈ സത്യങ്ങളൊക്കെ അറിയായിരുന്നു അല്ലേ എന്ന് ചോദിച്ച് നമ്മുടെ ചന്ദ്ര അത് സമ്മതിക്കുകയും ചെയ്തല്ലോ. എനിക്കറിയായിരുന്നു, ഞാന് എല്ലാം ഉണ്ടാക്കി കൊടുത്തതൊക്കെ പാർക്കിൽ പോയിരുന്ന് കഴിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു, എനിക്കത് അറിയായിരുന്നു എന്ന്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതിയുടെ നിയന്ത്രണം അങ്ങ് തെറ്റിയത്. കാരണം അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് ഭാര്യയായ തന്നോട് പറയാതെ മറച്ചു വെച്ചല്ലോ എന്ന ആ ഒരു ഇതും കൂടി നമ്മുടെ ശ്രുതിയുടെ തലയിലേക്ക് അങ്ങ് കയറി ശ്രുതിയുടെ തല മരവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതും കൂടെ കേട്ടിട്ടാണ് ഓടി റൂമിലേക്ക് പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും കുറെ പറഞ്ഞു കേട്ടോ, നിന്നെ എന്തിനാടാ വളർത്തിക്കൊണ്ട് വന്നത്? എന്തെങ്കിലും ഗുണം വീട്ടിലുണ്ടായോ? ഒരു ഗുണവും വീട്ടിലില്ല. എങ്കിൽ പിന്നെ ഭാര്യയ്ക്കേലും ഒരു ഗുണം ഉണ്ടാകണ്ടേ നിന്നെ കൊണ്ട്? ഇതിപ്പോ ആ പെണ്ണിന് നിന്നെ കൊണ്ട് സ്വൈര്യക്കേടാണല്ലോടാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ചന്ദ്രയാണെങ്കിൽ രവിയേട്ട വഴക്ക് പറയാതെ അവനൊരു അബദ്ധം പറ്റിപ്പോയതല്ലേ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഇതേ മിണ്ടിപ്പോകരുത് ചന്ദ്ര, നീ സച്ചു പറഞ്ഞത് 100% ശരിയാണ്. നീ ഒരുത്തിയാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത്. നിനക്കറിയായിരുന്നെങ്കിൽ നീ ഇത് എന്നോട് പറയത്തില്ലായിരുന്നോ? നിനക്കറിയായിരുന്നെങ്കിൽ നീ ഇത് അവളോട് പറയത്തില്ലായിരുന്നു, ശ്രുതിയോട്. അപ്പൊ നീ എന്തോരം ശ്രുതി തെറ്റ് ചെയ്തു, എത്രത്തോളം തെറ്റ് ചെയ്തോ അത്രത്തോളം തെറ്റ് നീയും ചെയ്തു. ഇത് മറച്ചു വെച്ചതും അത് വലിയ തെറ്റ് തന്നെയാ. നിന്റെ മകന്റെ ഭാവി നീ തന്നെയാണ് ഈ ചന്ദ്രയെ തൊലച്ചു കളയുന്നത്. അവനെ ആദ്യം നടക്കാൻ പഠിപ്പിക്കണം, പിന്നെ പറക്കുന്ന പ്രായത്തിൽ പറക്കാൻ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മളുണ്ടല്ലോ, നമ്മുടെ ഒപ്പം ആവുമ്പോഴത്തേക്ക് അവരെ അങ്ങ് വിട്ടേക്കണം. പിന്നെ ഒരിക്കലും കയറി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. നീ അതാ അവനെ ചെയ്തത്. അവനെ കയ്യിൽ പിടിച്ചു വീഴുമ്പോ പിടിച്ചേൽപ്പിച്ച്
ഏൽപ്പിച്ച് ഇപ്പൊ അവന് വീഴുമ്പം ഒരു താങ്ങു വേണം, അല്ലാതെ അവനെ ഏക്കാൻ പറ്റില്ല. അങ്ങനെ അല്ലടി വേണ്ടത്, അങ്ങനെയല്ല മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി ദേഷ്യം വന്നിട്ട്. സച്ചിയാണെങ്കിൽ പറഞ്ഞു, രേവതി ഇവിടെ നിന്ന് ഈ കൂത്ത് കണ്ടോണ്ടിരിക്കാതെ നീ പോയി പൂക്കടയിൽ നിൽക്കാൻ നോക്ക, അവിടെ കസ്റ്റമറൊക്കെ ഒത്തിരി വരുന്ന സമയാ, നീ ചെല്ലാൻ പറഞ്ഞു. നമ്മുടെ രേവതിയും പോയി കേട്ടോ. സച്ചി പറഞ്ഞു, എനിക്ക് ഓട്ടം ഉണ്ട്. ആ, ഞാനൊരു ഡ്രൈവറാണേ, പാവൻ ഡ്രൈവർ, ഞങ്ങൾക്ക് ഓട്ടോ ഓടിയിട്ടൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇത്രയും കള്ളം പറഞ്ഞൊന്നും ജീവിക്കാനേ എന്നെ കൂടെ തോലിക്കട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോയി. ശ്രീകാന്തും ശ്രുതി അങ്ങ് പോയി. അല്ല, ശ്രുതി അല്ല കേട്ടോ, സോറി, ശ്രീകാന്തും വർഷയും അങ്ങ് പോയി. പിന്നെ നമ്മുടെ ചന്ദ്രയും പിന്നെ സുതിമോനും മാത്രമേ ഉള്ളൂ. അങ്ങനെ സുതിമോൻ ചന്ദ്രയുടെ മുമ്പിൽ ചെന്നിട്ട് കരയുവാണ്. അമ്മേ, എന്ത് ചെയ്യും അമ്മേ, എനിക്ക് അറിയില്ല അമ്മേ, എനിക്ക് ശ്രുതിയുടെ കാര്യം ഓർത്തിട്ട് പേടിയാവുമെന്ന് പറഞ്ഞപ്പോ, പേടി മര്യാദയ്ക്ക് നീ പോയി ആ പെണ്ണിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്ക്. എടാ, എങ്കിലും നീ ചെയ്തത് വലിയൊരു തെറ്റല്ലേ, അതെന്താ നിനക്ക് ഇതുവരെ മനസ്സിലാകാത്തത്? ഞാൻ നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞതാ, അവളോട് ഇത് സംസാരിക്ക്, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കുക, എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് നീ എങ്ങനെയെങ്കിലും ഒരു ജോലി സെറ്റാക്ക. അപ്പൊ അതിനൊന്നും അവന് പറ്റില്ല. അവൻ ആ പാർക്കിൽ പോയി രാവിലെ കുട്ടി മറിയുന്നു. നീ അവിടെ ചെന്നിട്ട് ഇതൊക്കെയാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നാളെ ഉണ്ടോടാ നിനക്ക്? അത് കണ്ടപ്പോഴേ എന്റെ തൊലി ഉരിഞ്ഞു പോവുക ചെയ്തത്. നീ ചെല്ല, ആ പെങ്കൊച്ചിനെ നീ സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഏതായാലും ശ്രുതി റൂമിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ മാനസികാവസ്ഥ അറിയാലോ, വല്ലാണ്ടങ്ങ് വിഷമിച്ച് കരഞ്ഞ് ഇരിക്കുക. കട്ടിലേ കയറിയിരുന്ന് കാലിങ്ങനെ മേളിലേക്ക് പൊക്കി വെച്ച് തല ഇങ്ങനെ കുനിച്ച് കാലിലേക്ക് ഇങ്ങനെ വെച്ച് ഭയങ്കര കരച്ചില്. അങ്ങനെ പതുക്കെ ചെന്നിട്ട് കട്ടിലയിൽ ഇരുന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞോണ്ട് തോളത്തങ്ങ് കൈവച്ചപ്പോഴത്തേക്കും, വിട, എന്നെ തൊട്ടു പോകരുത്, നിങ്ങൾ എന്നെ തൊട്ടു പോകരുത്, എന്നെ തൊടാനുള്ള അവകാശം നിങ്ങൾക്കില്ല, എന്റെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള അവകാശം പോലും നിങ്ങൾക്കില്ല, ഇറങ്ങിക്കോ, എന്റെ മുമ്പിൽ വന്ന് പോകരുത്, എനിക്ക് കലി വരുന്നുണ്ട് സുധി, എനിക്ക് സുധീനെ കാണുമ്പോഴുണ്ടല്ലോ. അല്ല സുധി, നീ എന്താ വിചാരിച്ചത്? നീ എന്താ അമ്മേനെയും ഭാര്യയെയും 2 തട്ടിൽ കാണാന്നാണോ നീ വിചാരിച്ചത്? നീ നിന്റെ അമ്മയോട് പറഞ്ഞപ്പം നിനക്കിങ്ങനെ ഒരു ഭാര്യയുണ്ട്, നിന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയുണ്ട് എന്ന് നീ മറന്നുപോയില്ലേ? അങ്ങനെ മറന്നുപോയത് എന്തുകൊണ്ടാ? നിനക്ക് സ്നേഹമില്ല, നിനക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല, നിനക്ക് ആത്മാർത്ഥതയില്ല, അതുകൊണ്ട് തന്നെയാ നീ സ്വാർത്ഥ മനസ്സുള്ള ഒരു വിഷജന്തുവാ. ആ സച്ചിയൊക്കെ പറയുന്നത് പോലെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടി വെളുത്ത് നിന്നില്ലേ? നീ കാരണമല്ലേ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്. ഇന്ന് വരെ രേവതി എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. ആ രേവതി ഇന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ആൻസർ ഇല്ലാതായി പോയത് എന്തുകൊണ്ടാ? അത് നീ കാരണമല്ലേ? വർഷ വന്നു കയറിയ മരുമകളാ, പുതിയ മരുമകള്, അവള് പോലും എന്റെ മുഖത്ത് നോക്കി ഓരോന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അവിടെ നിന്നങ്ങ് ഇല്ലാണ്ടായി പോയാൽ മതി എന്ന് ചിന്തിച്ചു പോയി. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്, ഈ റൂമിന്റെ പുറത്ത് പൊക്കെ, എനിക്ക് നിന്നെ കാണണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ വെക്കുകയാണ് നമ്മുടെ ശ്രുതി കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും ശ്രുതി പറയാ, അത് പിന്നെ ശ്രുതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്, എനിക്ക് നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നത്. കാരണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ വെറുക്കുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്ര. പിന്നെ നിനക്കറിയാലോ, എൻ്റെ എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള ജോലിയല്ലേ എനിക്ക് കിട്ടത്തുള്ളൂ, അല്ലാത്ത ജോലി ഞാൻ എത്ര ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും സെറ്റ് ആവുന്നില്ല. അതുമല്ല, ഞാൻ ഓരോ കമ്പനികളിൽ ഓരോ ഓഫീസിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവരെക്കാളും ഇന്റലിജന്റാ ഞാൻ, അതവിടെയുള്ള സ്റ്റാഫുകൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുന്നത്. മതി, നിർത്ത് സുധി, ഇനി നീ കൂടുതൽ ന്യായീകരിക്കണ്ട, മതി. ഇതിൽ കൂടുതൽ ന്യായീകരിച്ചാലേ അത് ശരിയാവില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ ഇനിയിപ്പൊ എന്തൊക്കെ പഞ്ചപാപം ആവാൻ ശ്രമിച്ചാലും, നീ ഇനി നിഷ്കളങ്കമായിട്ട് നിൽക്കാൻ ശ്രമിച്ചാലും ഇതൊക്കെ വെറും അഭിനയമാണെന്ന് എനിക്കറിയാം. ഒരു നിമിഷം ഞാൻ തകർന്നു പോയി. ഒരിക്കലും അതങ്ങനെ സത്യമാവില്ല എന്നൊക്കെ ആ നിമിഷം വരെ ഞാൻ വിശ്വസിച്ചു. അപ്പോഴാ സെക്യൂരിറ്റിയുടെ ഓരോ വാക്കുകൾ ഞാൻ കേട്ടത്. അറപ്പും വെറുപ്പും തോന്നും എനിക്ക്. എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പൊക്കോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ഇറക്കി വിടുകയാണ് കേട്ടോ. ഏതായാലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ശ്രുതി ഉള്ളത്. ഒരിക്കലും ശ്രുതി പ്രതീക്ഷിച്ചിരുന്നില്ല. ഏതായാലും ശ്രുതിക്ക് അർഹതയില്ലാതെയാണ് ശ്രുതി ഇതൊക്കെ സംസാരിക്കുന്നത്. ശ്രുതിക്ക് എന്ത് അർഹതയാണുള്ളത്? ശ്രുതി വലിയ വലിയ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അതിന്റെ നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ കൈ കൊടുത്തിട്ട് അതിന്റെ ചെലവിന് മാത്രം കൊടുത്ത് അതിനെ സ്നേഹിക്കാതെ എന്തൊരു വലിയ പ്രാക്കുകളാണ് മേടിച്ചു കൂട്ടുന്നത് ശ്രുതി. അതുപോലെ താൻ ആദ്യത്തെ വിവാഹം എന്നും പറഞ്ഞ് ശ്രുതിനെ പറ്റിക്കുന്നു. അപ്പൊ ഇതിന്റെ അത്രയൊന്നും വലിയ തെറ്റ് നമ്മുടെ ശ്രുതി ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. ഏതായാലും ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പക്ഷെ ശ്രുതിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല.
ശ്രുതിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുകയുമില്ല. കാരണം ശ്രുതിക്ക് വലിയൊരു ധാരണ ഉണ്ടായിരുന്നു, ശ്രുതി നല്ലവനാണ്, ശ്രുതി നല്ല ഇന്റലിജന്റ് ആണ്, ശ്രുതിയെ കൊണ്ട് അത് സാധിക്കും, നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ വേറൊരു കഥയും കൂടെ ഉണ്ട്. ശ്രുതി ഈ കള്ളത്തരം മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നമ്മുടെ സച്ചിയുടെ ഭാവി പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞത് അത് ശ്രുതി തന്നെയാണ്. അതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട് കേട്ടോ. നമ്മുടെ സച്ചി ജയിലിൽ പോയല്ലോ. നമ്മുടെ സച്ചി ചെറുപ്പത്തില് ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ശ്രുതിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ കയറി പറയുന്നില്ല, പോട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ പറയാമേ. അപ്പൊ ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്രുതി മീരയുടെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര കരച്ചില്. മീര കാര്യം ചോദിച്ചു, എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും മീരയോട് നടന്ന സംഭവങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ്. അപ്പൊ മീര പറഞ്ഞു, ഇതിനെന്താ അതിശയിക്കാനിരിക്കുന്നു, ഇതിലൊരു അതിശയവും എനിക്ക് തോന്നുന്നില്ല ശ്രുതി. കാരണം ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ശ്രുതിയെ വിശ്വസിക്കരുത്, ശ്രുതിക്ക് പണിയെടുക്കാനും ജോലി ചെയ്യുവാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണ് എന്നൊക്കെ. അന്നൊക്കെ നീ ഒഴിഞ്ഞു മാറി. അവൻ പിന്നെ ജോലിക്ക് പോവും, പിന്നെ പോവും എന്നൊക്കെ പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയത് ഓർക്കണുണ്ടോ? അന്ന് ഞാൻ നിന്നോട് ഈ വിവാഹത്തിന് മുമ്പ് പറഞ്ഞതാ, ഒന്നും കൂടെ ചിന്തിച്ചിട്ടേ നീ ചെയ്യാവുള്ളെന്ന്. അപ്പൊ നീ എടുത്തു ചാടി ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാതെ, എനിക്കറിയില്ല, ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവൻ ഇങ്ങനെ ഒരു ക്രൂരത എന്നോട് കാണിക്കുന്നു, ഇങ്ങനെ ഒരു കള്ളം എന്നോട് പറയുന്നു. പോട്ടെ, സച്ചി കുടിയനാണ്, സച്ചിക്ക് വായി തോന്നൊക്കെ വിളിച്ചൊക്കെ പറയും, പക്ഷെ അവൻ കള്ളം പറയില്ല അവന്റെ ഭാര്യയോട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവന് ദേഷ്യം എല്ലാവരോടും, പക്ഷെ അവന്റെ ഭാര്യ അവൻ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീകാന്തിനും വർഷയ്ക്കും തമ്മിൽ ഇടയിൽ ഒരു രഹസ്യബന്ധമില്ല. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചാ ജീവിക്കുന്നത്. ഇപ്പം ഞാൻ ഒറ്റയായില്ലേ, ഞാൻ എന്റെ ഭർത്താവിനെ കൈവെള്ളയിൽ കൊണ്ട് നടന്നതല്ലേ, ജോലി എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ, അതൊന്നും കേൾക്കാതെയല്ലേ സുദീപ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം അവന് ജോലി എടുക്കാനോ അവനൊരു കുടുംബം നോക്കാനോ ഉള്ള പ്രാപ്തി ഇല്ല, അതെനിക്ക് മനസ്സിലായി. കള്ളം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ മാത്രമേ അവനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇനി ഒരു ജീവിതം വേണ്ട, ഞാനിത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ പോവാ. എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞ ഞാൻ കൂട്ടിയത്, അത് അവന്റെ കൂടെ ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ലേ. എന്നിട്ട് അതുപോലും എനിക്ക് സെറ്റ് ആവുന്നില്ലല്ലോ. എന്നും ഞാൻ ഇങ്ങനെ ജീവിക്കാൻ തന്നെയായിരിക്കും ദൈവത്തിന് ആഗ്രഹം. ദൈവം എന്നെ ശപിച്ചു വിട്ടേക്കുന്നതാ, അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ആയി പോയത്. ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ വെറുക്കുക, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയാ. ഇല്ല, എനിക്ക് പറ്റുന്നില്ല, ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മീര പറഞ്ഞു, ശ്രുതി നീ ഒന്ന് ആലോചിക്കുക, നിന്റെ കണ്ണിലെ കരടാദ്യം എടുക്ക്. നീ ഒന്ന് ഓർക്കണം, നീ എത്രമാത്രം കള്ളം പറഞ്ഞാൽ ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നതെന്ന്. നീ ഇപ്പൊ കള്ളത്തരം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. നിന്റെ കള്ളത്തരമാണ് ശ്രുതി കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നീ ഇത് തന്നെ പറയുമായിരുന്നോ? നിന്റെ സ്ഥാനത്ത് ശ്രുതി ആയിരുന്നുവെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇങ്ങനെ ശ്രുതി നിന്നോട് പെരുമാറിയാല് നിനക്കത് ഇഷ്ടപ്പെടുമായിരുന്നോ? നീ അത് സഹിക്കുമായിരുന്നോ? അത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ ശ്രുതി നിന്നോട് ഇത് മറച്ചു വെച്ചത് നിന്നോടുള്ള ഇഷ്ടമില്ലായ്മ കൊണ്ടൊന്നുമല്ല, വെറുപ്പ് കൊണ്ടോ വിരോധം കൊണ്ടോ ഒന്നുമല്ല, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. അത് നീ മനസ്സിലാക്ക്. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇനിയിപ്പം ശ്രുതിയെ ഉപേക്ഷിച്ചിട്ട് പോകുവോ എന്നുള്ള ശ്രുതിയുടെ പേടി, അവിടെ ഒരു തിരിച്ചറിവുണ്ടാകും നിനക്ക്. പിന്നെ നമ്മുടെ കുറ്റങ്ങൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന അത്രയ്ക്ക് നല്ലതല്ല ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ടും ശ്രുതി പറഞ്ഞു, നിർത്ത്, എന്നോടൊന്നും പറയണ്ട, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിക്കാൻ വേണ്ടിയാ. അവൻ കള്ളം പറഞ്ഞതോ എന്തിനാ അവൻ കള്ളം പറഞ്ഞത്? അവന് ജോലി എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവന് എന്നും മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കണം. അതുകൊണ്ട് അതൊരു ഭാര്യയും ആഗ്രഹിക്കുമല്ല. സ്വന്തമായിട്ട് പണിയെടുത്ത് ഒരു ഭാര്യനെ നോക്കാൻ കഴിവില്ലാത്തവന് ആർക്കാ ഇഷ്ടമുള്ളത്? ആരാ അംഗീകരിക്കുന്നത്? എന്നിട്ട് പോലും ഞാൻ അവനെ അംഗീകരിച്ചില്ലേ, ജോലി മേടിച്ച് കൊടുത്തില്ലേ? അതൊന്നും മനസ്സിലാക്കാതെ അവനിപ്പൊ എന്നോട് കള്ളം പറഞ്ഞു, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കിട്ടു. ഇല്ല, എനിക്കിത് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മീര പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, ഞാൻ കുറച്ച് കോഫിയോ എല്ലോ ഞാൻ കിട്ടുതരാം, നീ ആദ്യം കൂളാവും, നീ അപ്പം അതങ്ങ് ഉപേക്ഷിക്കും, നീ ആ ഒരു മൈൻഡ് അങ്ങ് വിട്, കുറച്ച് നേരം ഇവിടെ ഇരുന്നൊന്ന് ഉറങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നീ ഓക്കെ ആകും എന്ന് പറഞ്ഞ് ഒരു കോഫി എടുക്കാൻ വേണ്ടി നമ്മുടെ മീര പോയ തക്കം നോക്കിയിട്ട് ശ്രുതി എന്ത് ചെയ്തു, അവിടെ നിന്ന് സ്ഥലം വിട്ടു പോവാണ് കേട്ടോ. നമ്മുടെ ശ്രുതി പോകുന്ന വേറെ എങ്ങോട്ടേക്കും അല്ല, നേരെ ശ്രുതി ഒരു ബസ്സിൽ കയറി പോകുന്നുണ്ട്. ആ ബസ് നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്കുള്ള ആ ഒരു നാട്ടിലേക്കുള്ള ബസ് തന്നെയാണ് നമ്മുടെ ശ്രുതി കയറി പോകുന്നത്. അപ്പം അത് നമ്മുടെ സീനിൽ കാണിക്കുന്നില്ല കേട്ടോ. ഏതായാലും മീര കോഫി ഒക്കെ കൊടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിനെ കാണുന്നില്ല. മീര എന്ത് ചെയ്തു,
അയ്യോ എന്തി അവളെ കാണുന്നില്ലല്ലോ, ഇനിയിപ്പോ അവള് വല്ല കടുക്കുകയും ചെയ്യും എന്റെ ഈശ്വര എന്ന് പറഞ്ഞ് നേരെ സുധീനെ വിളിച്ചു. സുധീനെ വിളിച്ചപ്പോഴത്തേക്കും ശ്രുതിക്ക് വെപ്രാള. ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി എവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി ഇവിടെ ഇല്ല, അവൾ ഇവിടുന്ന് പോന്നിട്ടുണ്ട്, അവൾ ഏതായാലും അങ്ങോട്ടേക്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല, അവൾ എങ്ങോട്ടേക്ക് പോകുന്നു എനിക്കറിയില്ല, അവള് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ. ഏതായാലും ശ്രുതി ചെയ്തത് വല്ലാത്തൊരു ചെറ്റത്തരമായി പോയി. ഒരിക്കലും ഒരു പെണ്ണ് സഹിക്കുന്ന കാര്യമല്ല ശ്രുതി ചെയ്തത്, അതാദ്യം ശ്രുതി മനസ്സിലാക്കണം. അവൾ അത്രമാത്രം ശ്രുതിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ശ്രുതി ഇനി അവളെ പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ഏതായാലും അവൾ ഇവിടുന്ന് പോയിട്ടുണ്ട്, എങ്ങോട്ടാ എവിടേക്കാ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യ, ശ്രുതി ഇപ്പൊ തന്നെ ശ്രുതിനെ അന്വേഷിച്ച് ഇറങ്ങിക്കോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ കിടന്ന് കാറി നിലവിളിച്ചു നമ്മുടെ ശ്രുതി. എന്റെ ഭാര്യ പോയേ, എന്നെ ഇട്ടിട്ട് പോയേ, ഇവരൊറ്റ ഒരുത്തനായി, ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്റെ ഭാര്യനെ ഓടിച്ചു, എന്റെ ഭാര്യ പോയിട്ടുണ്ടെന്ന് നോക്കിക്കോ, എന്റെ ഭാര്യനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഞാൻ ചത്ത് കളയും എന്നൊക്കെ പറഞ്ഞോട് വലിയ വായി കിടന്ന് കാറുക. ചന്ദ്ര ഓടി വന്നു, രവീന്ദ്രൻ ഓടി വന്നു, സച്ചു ഓടി വന്നു, ശ്രീകാന്ത് ഓടി വന്നു, എല്ലാവരും ഓടി വന്നു, രേവതിയൊക്കെ വന്നു, വർഷയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ വായിൽ നിലവിളിക്കുക, എന്റെ ഭാര്യ പോയേ, എനിക്ക് എന്റെ ഭാര്യ അവനെ വേണേ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ നീ പട്ടി മൂങ്ങുന്ന പോലെ കിടന്ന് മൂങ്ങുന്നു, ഓരോന്ന് ചെയ്ത് വെച്ചിട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്താ മോനെ നിനക്ക് പറ്റിയത്, പോട്ടെ അവള് വന്നോളും, നീ വിട് എന്ന് പറഞ്ഞപ്പോ ഇല്ല അവള് വരില്ല, ഇപ്പൊ എന്നെ മീര വിളിച്ചായിരുന്നു, അവള് വേറെ എങ്ങോട്ടേക്കാ പോയെന്ന് പറയുന്നത്, അവൾ എന്തോ കടുങ്കൈയൊക്കെ ചെയ്യുന്നൊക്കെ പറയുന്നത്, എനിക്കിപ്പൊ അവളെ കാണണം, എനിക്ക് അവളെ കണ്ടേ പറ്റൂ, അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാർച്ച. അപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, പിന്നെ ഭാര്യയോട് സ്നേഹമുള്ള ഒരുത്തൻ എന്നിട്ടല്ലേ ഭാര്യയോട് നുണ പറഞ്ഞതാ. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് കേറി സച്ചിയുടെ കോളറെ പിടിച്ചിട്ട്, നീ ഒറ്റ ഒരുത്തൻ കാരണമാ എന്റെ ഭാര്യ പോയത്, നിന്നെ ഞാൻ സമാധാനമായിട്ട് നീ നിന്റെ ഭാര്യയും കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്റെ ഭാര്യ ഇല്ലാതെ ഈ വീട്ടിൽ നിങ്ങളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു. സച്ചു വെറുതെ വിടുക, സച്ചിയും കൂടെ കുത്തിന് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്തും രവീന്ദ്രനൊക്കെ ഇടപെട്ട് ഇങ്ങനെ മാറ്റിയപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അതെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാലോ. അപ്പം ശ്രീകാന്ത് പറഞ്ഞു, മിണ്ടാതിരിക്കും വർഷേ, ഞാൻ എന്തിനാ മിണ്ടാതിരിക്കേണ്ടത്, എന്റെ അഭിപ്രായം ഞാൻ പറയണമല്ലോ, ഏതായാലും സച്ചേട്ടൻ ചെയ്തത് മോശമായി പോയി, സച്ചേട്ടൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു, അത് ശരിയാ, അത് അവതരിപ്പിച്ച രീതി അത് അത്രയ്ക്ക് ശരിയല്ല, കാരണം അത്രമാത്രം അപമാനിതയായിട്ടാണ് ഇവിടുന്ന് വർഷേച്ചി ഇറങ്ങി പോയിരിക്കുന്നത്, വർഷേച്ചി സോറി ശ്രുതിയടത്തി ഇറങ്ങി പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി സച്ചേട്ടൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, അതെങ്ങനെ സച്ചേട്ടൻ ചെയ്തെന്നാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്, അതെന്താ വർഷ അങ്ങനെ സംസാരിച്ചത്, അല്ല അപ്പം ശ്രുതി ചെയ്ത് നല്ലതാണെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതല്ല രേവതി അടുത്ത് ഞാൻ പറഞ്ഞത്, രേവതി ചേച്ചി സച്ചേട്ടൻ പറയായിരുന്നു, അതിനൊരു മയവും തരവും ഒക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പബ്ലിക്കായിട്ട് കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ചു പറയാതെ വേണമെങ്കിൽ ശ്രുതിയടത്തിയോട് മാത്രമായിട്ട് പറയായിരുന്നു, ഇതിപ്പോ എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് അത് വല്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചേട്ടൻ അവതരിപ്പിച്ചത് മോശമായി പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയും, ഒരു കാര്യം ചെയ്യ സച്ചി, നീയും കൂടെ ചെല്ല, അവനെ ഒറ്റയ്ക്ക് വിടണ്ട, അവനും ആകെ തകർന്ന് നിൽക്കുക, നീയും കൂടെ ചെല്ലാൻ പറഞ്ഞപ്പോ ഞാൻ എന്തിനു പോണം, നീയും കൂടെ ഇപ്പൊ തൽക്കാലം, അവന് വണ്ടിയൊന്നും ഇല്ലല്ലോ, നീയും ഈ വണ്ടിയിൽ അവനെയും കൊണ്ടുപോയിട്ട് എവിടെയാന്ന് വെച്ചിട്ടുണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുക, ബസ് സ്റ്റാൻഡിലോ ഓട്ടോയിലോ ഒക്കെ ഓട്ടോ സ്റ്റാൻഡിലോ ഒക്കെ വല്ലതും പോയി ചോദിക്കുക എങ്ങോട്ടാ കയറി പോയെന്നൊക്കെ അറിയാലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ നിർബന്ധിച്ചു പറഞ്ഞു വിടുകയാണ് കേട്ടോ. നമ്മുടെ വർഷ പോയിരിക്കുന്നത് വർഷയുടെ വീട്ടിലേക്കാണ്. ഏതായാലും നമ്മുടെ വർഷയല്ല സോറി, പേര് മാറി ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ, പെട്ടെന്ന് പറയുമ്പോ പേരങ്ങ് മാറിപ്പോകുന്നതാണേ. അപ്പൊ നമ്മുടെ ശ്രുതി പോയേക്കുന്നത് ശ്രുതിയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെയുള്ള കുറച്ച് നാട്ടുകാർ ഇതൊക്കെ കണ്ടിരുന്നു, ഇത് വണ്ടിക്കാ പോയതെന്ന്. അപ്പൊ ആ വണ്ടി എങ്ങോട്ടേക്കുള്ളതാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ഈ നാട്ടിലേക്കുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ തേടി സച്ചിയും ശ്രുതിയും കൂടി അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വരാനിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതായാലും നമ്മുടെ ചാനലിൽ തന്നെ അത് കിടപ്പുണ്ട്, ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയിലെ ഫുൾ വിശേഷം അതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നയനുടെയും ആദർശിന്റെയും കഥ ഞാൻ ഇപ്പൊ തന്നെ ഇടുവേ. ഓക്കെ.